നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ്. അപ്പോൾ എക്സാമിന് പേഡ് കാ ജാദു എന്ന ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം വായിച്ച് എങ്ങനെയാണ് അതിൻ്റെ ഉത്തരം കറക്റ്റായിട്ട് എഴുതുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. സഹി മിലാൻ കരെ, ശരിയായവ ചേർത്തെഴുതുക എന്നാണ് നമുക്കിവിടെ ചോദ്യമായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 4 ജീവികളുടെ ചിത്രം തന്നിട്ടുണ്ട്. അതിന്റെ സൈഡിലായിട്ട് ഓരോന്നിന്റെയും പേര് ക്രമം തെറ്റിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചിത്രത്തിലുള്ള ഓരോ ജീവിക്കും ഹിന്ദിയിൽ എന്താണ് പറയാ എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ശരിയായ രീതിയിൽ ചേർത്തെഴുതാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ ചിത്രത്തിലുള്ള ഓരോന്നിനും ഹിന്ദിയിൽ എന്താ പറയാ എന്നുള്ളത് മനസ്സിലാക്കി ഓർത്ത് വെച്ച് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരീക്ഷയ്ക്ക് വല്ല ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ പക്ഷിക്ക് പറയുക, അല്ലെങ്കിൽ എന്താണ് പൂമ്പാറ്റയ്ക്ക് പറയുക, അല്ലെങ്കിൽ അണ്ണാൻ എന്താണ് ഹിന്ദിയിൽ പറയുക എന്നുള്ള കാര്യമൊക്കെ പെട്ടെന്ന് ഓർത്തെടുത്ത് എഴുതാൻ പറ്റും. അപ്പം നമുക്ക് അതിൻ്റെ ഉത്തരം എന്താണെന്ന് ശരിയായ രീതിയിൽ യോജിപ്പിച്ച് എഴുതാം. അപ്പം ഈ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പം ഈ റൈറ്റ് സൈഡിൽ ഓരോ പേരിനും നേരെ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ചിത്രം കൂടി വെച്ചു കൊടുത്തു. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും ശരിയായിട്ടുള്ള ഉത്തരം ഏതാണെന്നുള്ളത്. അപ്പം ഇതിലുള്ള ഓരോന്നിൻ്റെയും പേര് നമ്മൾ എന്ത് ചെയ്യണം, വായിക്കാനും അതേപോലെ എഴുതാനും പഠിക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ ചിത്രം എന്താണെന്ന് നോക്കാം. അപ്പം ആദ്യത്തെ ചിത്രം പൂമ്പാറ്റയുടെയാണ്. അപ്പം ഈ റൈറ്റ് സൈഡിൽ പൂമ്പാറ്റയുടെ ചിത്രം എവിടെയാണ് വരുന്നത്? 4ാമതായിട്ടാണ് അല്ലേ? അത് റെഡ് കളറിൽ ഞാൻ പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അത് എന്താണ് വായിക്കുക? തിത്ലി എന്നാണ്. പൂമ്പാറ്റയ്ക്ക് ഹിന്ദിയിൽ തിത്ലി എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് 2ാമത്തെ ചിത്രം നോക്കാം. 2ാമത്തെ ചിത്രത്തിൽ അണ്ണാനാണുള്ളത്. അണ്ണാൻ ഈ റൈറ്റ് സൈഡിൽ എവിടെയാണുള്ളത്? 3ാമത്തെ അല്ലേ? ഗിൽഹരി എന്നാണ് അണ്ണാന് പറയാ. ഹിന്ദിയിൽ എന്താണ് പറയാ? ഗിൽഹരി. ഇപ്പൊ 3ാമതായിട്ട് പക്ഷിയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്. നമ്മുടെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ പക്ഷിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അത് യെല്ലോ കളറിൽ പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പല കഥയിലും കവിതയിലും ഒക്കെ പഠിക്കുന്നതാണ് പക്ഷിക്ക് എന്താണ് ഹിന്ദിയിൽ പറയുക എന്നുള്ളത്. പക്ഷിക്ക് ചിടിയ എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളത് ഓർത്ത് വെക്കുക, പക്ഷിക്ക് ഹിന്ദിയിൽ ചിടിയ എന്നാണ് പറയുന്നത്. അപ്പം ഇനി 4ാമത്തെ ചിത്രം. 4ാമത്തെ ചിത്രത്തിൽ ഒരു കുരങ്ങൻ ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണുന്നത്. കുരങ്ങന് ഹിന്ദിയിൽ ബന്ദർ എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ തന്നെ ഓരോ ചിത്രം നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പം ഈ ചിത്രത്തിലുള്ളത് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് എഴുതാനും പഠിക്കേണ്ടതുണ്ട്. ഇപ്പം ചിടിയ എന്നുള്ളത്, ബന്ദർ, ഗിൽഹരി, തിത്ലി എന്നുള്ളതൊക്കെ നിങ്ങൾ എഴുതി പഠിക്കേണ്ടതുണ്ട്. പരീക്ഷയ്ക്ക് നമുക്കൊരു ചിത്രം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റണം? അത് അക്ഷരം തെറ്റാതെ എഴുതാൻ പറ്റണം. പിന്നെ നമുക്കിത് എന്ത് ചെയ്യാം, താഴേക്ക് എഴുത്തെഴുതാം. അപ്പൊ ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. ആദ്യത്തെ ചിത്രത്തില് തിത്ലിയാണ്, 2ാമത്തെ ചിത്രത്തില് ഗിൽഹരിയാണ്, 3ാമത്തെ ചിത്രത്തില് ചിടിയ, 4 ബന്ദറാണ്. അപ്പൊ ഇതേപോലെ നിങ്ങൾ ടെക്സ്റ്റിലോ നോട്ടിലേക്കോ എടുത്തെഴുതാം. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം വായിച്ചു നോക്കാം. ചിത്ര ദേഖി, ചിത്രം നോക്കൂ, വാക്യ ബനായി, വാക്യം നിർമ്മിക്കൂ എന്നുള്ളതാണ് നമുക്കിവിടെ തന്നിട്ടുള്ള ചോദ്യം. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഈ ചിത്രത്തിലുള്ള ഓരോന്നിനും ഹിന്ദിയിൽ എന്താ പറയാന്ന് പഠിച്ചു വെക്കണം. അപ്പൊ ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിന് ഇംഗ്ലീഷിൽ എന്താ മലയാളത്തിൽ എന്താ പറയാന്ന് കറക്റ്റ് ആയിട്ട് അറിയുന്നുണ്ടാവും. അപ്പൊ അതേപോലെ തന്നെ ഹിന്ദിയിൽ എന്താ പറയാന്നുള്ളത് പഠിച്ചു വെക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം, വാക്യബനായി എന്നുള്ളതാണ് ചോദ്യമായിട്ട് തന്നിട്ടുള്ളത്. അതായത് വാക്യം നിർമ്മിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ 2 കോളം ഉണ്ട്. ആ കോളത്തില് പേട് കെ ഊപ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. പേട് എന്ന് പറഞ്ഞാല് മരമാണ്, ഊപ്പർ എന്ന് പറഞ്ഞാല് മുകളിൽ. മരത്തിന് മുകളിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കോളത്തിൽ എഴുതാം, ഫസ്റ്റ് കോളത്തില്. അതിനുശേഷം 2ാമത്തെ കോളത്തില് പേട് കെ നീച്ചെ എന്നാണ് കൊടുത്തിട്ടുള്ളത്. നീച്ചെ എന്ന് പറഞ്ഞാല് താഴെ. അപ്പൊ മരത്തിന് താഴെ ഉള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 2ാമത്തെ കോളത്തിലും എഴുതി കൊടുക്കണം. അപ്പൊ നമുക്ക് ഈ ചിത്രത്തിൽ എന്തൊക്കെ ജീവികളാണ് ഉള്ളത്, ആ ജീവികൾക്ക് എന്താണ് ഹിന്ദിയിൽ പറയാന്ന് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, ഈ താഴത്തെ കോളം ഫില്ല് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ മുകളിലത്തെ ചിത്രത്തിൽ ഉള്ള ഓരോന്നിനും എന്താണ് ഹിന്ദിയിൽ പറയാ എന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പഠിക്കുന്നതിനൊപ്പം തന്നെ
എങ്ങനെയാണ് അത് അക്ഷരം തെറ്റാതെ എഴുതുക എന്ന് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, ഈ താഴത്തെ കോളം ഫില്ല് ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ ചിത്രത്തിലുള്ള ഓരോ ജീവിയുടെയും പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ഹിന്ദിയിലും മലയാളത്തിലും എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും അതേപോലെ തന്നെ അത് ഹിന്ദിയിൽ പഠിച്ചെടുക്കാനും പറ്റും. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, പേടിക്ക് ഊപ്പർ, മരത്തിന് മുകളിൽ എന്തൊക്കെയുണ്ടോ അതിന് എന്താ പറയുക എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിക്കാം. അപ്പൊ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ളത് ബഗുല എന്നുള്ളതാണ്. അതായത് കൊക്കിന് ബഗുല എന്നാണ് ഹിന്ദിയിൽ പറയാം. അപ്പൊ അത് നമുക്ക് താഴെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് പേടിക്ക് ഊപ്പർ എന്ന കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഒരു തത്തയുടെ ചിത്രമാണ് അല്ലെ. തത്ത അവിടെ ഇങ്ങനെ കൊമ്പിലിരിക്കുന്നതാണ്. അപ്പൊ തത്തയ്ക്ക് ഹിന്ദിയിൽ തോത്ത എന്നാണ് പറയുന്നത്. പിന്നെ തത്തയുടെ അടുത്തായിട്ട് ആരുണ്ട്, ഒരു അണ്ണാൻ ഇരിക്കുന്നുണ്ട്. അണ്ണാന് ഗിൽഹരി എന്നാണ് പറയുക. എന്താണ് പറയുന്നത്, ഗിൽഹരി എന്നാണ് ഹിന്ദിയിൽ പറയാ. പിന്നെ അടുത്തതായിട്ടുള്ളത് ഒരു കൊരങ്ങൻ മരത്തിന്റെ കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കൊരങ്ങന് ഹിന്ദിയില് ബന്ദർ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മരത്തിന് മുകളിൽ എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തൊക്കെയുണ്ട്, കൊക്കുണ്ട്, കൊക്കിന് ബഗുല എന്നാണ് പറയുന്നത്. തത്തയുണ്ട്, തത്തയ്ക്ക് തോത്ത. അണ്ണാനുണ്ട്, അണ്ണാന് ഗിൽഹരി എന്നാണ് പറയുന്നത്. പിന്നെ തൂങ്ങിക്കിടക്കുന്ന ഒരു കൊരങ്ങനുണ്ട്, കൊരങ്ങന് ബന്ദർ എന്ന് പറയും. അപ്പൊ ഇനി നമുക്ക് പേടിക്ക് നീച്ചി, മരത്തിന് താഴെ എന്തൊക്കെയുണ്ടോ അതിനെന്താ പറയാന്ന് കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കാം. അപ്പൊ മരത്തിന് താഴെയായിട്ട് ഒരു പശു ഉണ്ട്. പശുവിന് ഹിന്ദിയിൽ ഗായ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് താഴെ പേടിക്ക് നീച്ചി എന്നുള്ള കോളത്തിൽ തന്നിട്ടുണ്ട്, ഒരു വരിയായിട്ട് തന്നിട്ടുണ്ട്. പേടിക്ക് നീച്ചി ഗായ് ഹെ, അതിനർത്ഥം മരത്തിന് താഴെ പശു ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ മരത്തിൽ ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒന്നുണ്ട് അല്ലെ, നമുക്ക് തല മാത്രം കാണാൻ പറ്റുന്നുണ്ട്. അതെന്താണ്, ആനയാണ്. ആനയ്ക്ക് ഹിന്ദിയില് ഹാത്തി എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നല്ല പൊക്കത്തിൽ നിൽക്കുന്ന ഒന്നുണ്ട്. അതെന്താണ്, ജിറാഫാണ്. ജിറാഫിന് ഹിന്ദിയില് ജിറാഫ് എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ എന്താ ഉള്ളത്, പിന്നെ ഒരു കുതിരയാണ് ഉള്ളത്. കുതിരയ്ക്ക് ഹിന്ദിയിൽ ഗോഡ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ചിത്രത്തിലുള്ള ഓരോന്നിനും എന്താണ് ഹിന്ദിയിൽ പറയാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയാൻ പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇതൊക്കെ കൃത്യമായിട്ട് അക്ഷരം തെറ്റാതെ എങ്ങനെ എഴുതുക എന്നുള്ളതും കൂടി പഠിക്കണം. അപ്പോഴാണ് നമുക്ക് താഴത്തെ കോളത്തിലേക്ക് എടുത്തെഴുതുമ്പോൾ തെറ്റാതെ എഴുതാൻ പറ്റുക. അപ്പൊ ഇത് എന്ത് ചെയ്യാം, നമുക്ക് താഴേക്ക് എടുത്തെഴുതാം. അപ്പൊ നമ്മുടെ ചിത്രത്തിലുള്ള ഓരോന്നും മുകളിലാണോ താഴത്താണോ എന്നുള്ളത് കൃത്യമായിട്ട് ഈ കോളത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം പേടിക്ക് ഊപ്പർ, മരത്തിന് മുകളിൽ എന്തൊക്കെയുള്ളത് എന്ന് എഴുതി കൊടുത്തത് വായിച്ചു നോക്കാം. പേടിക്ക് ഊപ്പർ ബഗുല ഹെ. ബഗുല എന്ന് പറഞ്ഞാല് കൊക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ മരത്തിന് മുകളിൽ കൊക്കുണ്ട്. ഇപ്പൊ രണ്ടാമതായിട്ട് എഴുതി കൊടുത്തിട്ടുള്ളത് പേടിക്ക് ഊപ്പർ ബന്ദർ ഹെ, മരത്തിന് മുകളിൽ കുരങ്ങനുണ്ട്. അപ്പൊ ഞാൻ വായിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചു നോക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടും ഓരോ വാക്കുകൾ എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ മൂന്നാമത്തേത് പേടിക്ക് ഊപ്പർ ഗിൽഹരി ഹെ, മരത്തിന് മുകളിൽ അണ്ണാനുണ്ട്. ഇനി നാലാമത്തത് പേടിക്ക് ഊപ്പർ തോത്ത ഹെ, മരത്തിന് മുകളിൽ തത്തയുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള പേടിക്ക് നീച്ചി, മരത്തിന് താഴെ എന്തൊക്കെയുള്ളതെന്ന് വായിച്ചു നോക്കാം. പേടിക്ക് നീച്ചി ഗായ് ഹെ, മരത്തിന് താഴെ പശു ഉണ്ട്. അതിന് താഴെ പേടിക്ക് നീച്ചി ജിറാഫ് ഹെ, മരത്തിന് താഴെ ജിറാഫ് ഉണ്ട്. പേടിക്ക് നീച്ചി ഹാത്തി ഹെ, മരത്തിന് താഴെ ആനയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാരണം എന്താ, പേടിക്ക് നീച്ചെ അല്ലെങ്കിൽ പേടിക്ക് ഊപ്പർ എന്നാണ് എല്ലാത്തിനും വരുന്നത്. അപ്പൊ പേടിക്ക് നീച്ചെ എന്നുള്ളതിൽ അവസാനമായിട്ട് നമ്മൾ വായിക്കാനുള്ളത് എന്താണ്, ഗോഡ ഹെ, അതായത് മരത്തിന് താഴെ കുതിരയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള ഓരോന്നിനും എന്താണ് പറയുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ ഇവിടെ വാക്യം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, എഴുതിയിട്ട് പഠിക്കുക. അപ്പൊ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരുപാട് കാലം ഓർമ്മയിൽ ഉണ്ടാവും ചെയ്യും. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ അക്ഷരം തെറ്റില്ല. അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യുക, ഇത് പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് പേടിക്ക ജാദു എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടതെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക.
അപ്പോൾ നമ്മുടെ ചാനലിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻസും ക്വസ്റ്റ്യൻസും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയി കാണുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.